പ്രധാനപ്പെട്ട ഒന്ന്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആൾ. ചില ആളുകൾ, നാടന്മാരാകുന്ന ആളുകൾ മരിക്കുമ്പോൾ ഒരുപാട് ജനങ്ങളെ കാണാം. മൗത്തുൽ ഒരു പണ്ഡിതന്റെ മരണം, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം, ഒരു പണ്ഡിതന്റെ മരണം ലോകത്തിന്റെ മരണമാണ് എങ്കിൽ ഒരു ഉമറായിന്റെ മരണവും ചിലപ്പോൾ അങ്ങനെ ആവാറുണ്ട്. ചില നാടന്മാരാകുന്ന ആളുകൾ മരിക്കുമ്പോൾ ധാരാളം ആളുകൾ മയ്യത്ത് നിസ്കാരത്തിനുണ്ടാകും. അതെന്താ കാരണം? അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല പ്രവർത്തനങ്ങളുണ്ട്. ഒരുപാട് ഉസ്താദുമാരുണ്ടാവും, ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ടാവും. ഇയാൾ മരിച്ചത് കാണുമ്പോൾ നമ്മളിത് എന്താ ഇയാൾ മരിച്ചിട്ട് ഇത്രയും ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, ഇയാൾ ദർസർത്തീനെയോ? ഇയാളെ ശിഷ്യന്മാരാണോ? ഇവരൊക്കെ അവിടെ വണ്ടി കൊടുന്നതിൽ കൊണ്ടതാണോ കൂലിക്ക്? അല്ല. യഥാർത്ഥത്തിൽ അവർ ഹയാത്ത് കാലങ്ങളിൽ അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മുമ്പിലുള്ള ഒരു കബൂലിയത്താണ് കാണുന്നത്. ഞാൻ ഒരു യാത്രയിൽ ഒരു പള്ളിയിൽ കയറി. കോട്ടക്കലടുത്ത് പൊന്മള എന്ന് പറയുന്ന ഒരു പള്ളിയിൽ കയറിയപ്പോൾ, വെള്ളിയാഴ്ച ജുമാക്ക് കയറിയപ്പോൾ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ചെയ്യുന്ന ഖിദ്മ എന്താന്ന് ചോദിച്ചാൽ, പള്ളിയിലേക്ക് ഒരാൾ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഈ മൈക്ക് ഓപ്പറേറ്ററോടതിൻ്റെ ഈ മോണിറ്റർ കൂട്ടും. നാളെ എൻ്റെ സൗണ്ട് പോയാൽ ഞാൻ എന്നെ പ്രാവും. പിന്നെ എനിക്ക് നാളെ ഒറ്റ ഒരു പരിപാടി ഉണ്ടാവില്ല. അപ്പം എൻ്റെ സൗണ്ട് കളയാൻ പാടില്ല. ഈ 2 പെട്ടി എനിക്കുള്ളതാണ്. ബാക്കി ഇനി പൂട്ടിയിട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇത് 2 ഉഷാറാണ്. അങ്ങനെ ആ പള്ളിയിൽ ഒന്നിക്കോട്ടെ, ആ പള്ളിയിൽ കയറിയപ്പോൾ ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? ഇയാൾ മുസഹഫ് കൊണ്ടേ കൊടുക്കും. ഇയാൾ സൂറത്തുൽ കഹ്ഫ് ഓതാൻ വേണ്ടി കൊണ്ടേ കൊടുക്കുകയാണ്. പിന്നെ അടുത്ത ആളിങ്ങനെ വന്നാൽ ഇയാൾ ഓടി കൊണ്ടേ കൊടുക്കും. അങ്ങനെ എല്ലാവർക്കും കൊണ്ടേ കൊടുക്കും ഇയാൾ. പിന്നെ ഭാഗം അങ്ങ് കൊടുത്താലോ ഇയാൾ ഈ മുസഹഫ് തിരിച്ചു വാങ്ങാൻ ഓടുകയാണ്. ഇയാൾ മോടി മുസഹഫിൻ്റെ ആ വെച്ച സ്ഥലത്തിലേക്ക് തന്നെ ഇയാൾ റാക്കിൽ വെക്കുകയാണ്. അപ്പം ഞാൻ ഇയാളങ്ങനെ നോക്കുന്നപ്പോൾ ഇയാൾ ആരാൻ പഠിച്ചോനെ, ഇയാൾ എന്തീ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇന്നെ ഒരാൾ കൊണ്ടുപോയി. ഞാൻ യാത്രയിലാണ്, എന്നാലും ഭക്ഷണമിനെ നമുക്ക് അങ്ങനെ പ്രാത്തൻ്റെ യാസീൻ ഓതുന്നോണ്ടേ സംഗതി പ്രശ്നമില്ലാതെ അങ്ങനെ പോകും. അപ്പം അതുകൊണ്ട് ഒരാൾ ഹൈദർ ഹാജി, അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ ബിസിനസ്സിലും ബർക്കത്ത് കൊടുക്കട്ടെ, ചെരുപ്പിൻ്റെ പേരാണ് ഹൈക്ക എന്ന് പറഞ്ഞത്. അയാളെ പേരേക്ക് ചോറിനുണ്ട് എന്നെ. അയാളോട് ഞാൻ ചോദിച്ചല്ല ചേരെ, ഞാൻ മുസാഫ് കൊടുക്കുമ്പോൾ അങ്ങ് ചെയ്യുന്ന ഒരു കാക്കാനെ കണ്ടല്ലോ, അയാൾ എന്താ സംഭവിച്ചത്? അയാളെ പറ്റി കേൾക്കണ്ട നിങ്ങൾ എന്ത് ചോദിച്ചു? അയാൾ വളരെ ചെറുപ്പത്തിലെ കുടുംബത്തിൻ്റെ വലിയ പ്രയാസം കൊണ്ട് അദ്ദേഹത്തിന് ജോലികളിൽ ഏർപ്പെട്ട് അദ്ദേഹത്തിന് ഖുർആനും ഇതൊന്നും വേണ്ടതുപോലെ സ്കൂളിൽ മദ്രസയിലൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തെറ്റില്ലാതെ ഖുർആൻ എനിക്ക് ഓതാൻ കഴിയുമോ എന്ന് പേടിയായതുകൊണ്ട് ഇയാൾ ഖുർആൻ ഓതിയ കൂലി കിട്ടാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് ചെയ്യും? മുസാഫ് ഓതുന്നവർക്കൊക്കെ മുസാഫ് എടുത്തു കൊടുക്കുക. ഖുർആൻ ഓതുന്നവർക്കൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുക. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് ഇങ്ങനെ ഓതുമ്പോൾ, ഒരു സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോൾ അതിൻ്റെ കൂലി മൂപ്പർക്കും കിട്ടുമല്ലോ. അതിനു വേണ്ടി ഇയാൾ എടുക്കുക, കൊടുക്കുക, അത് എടുത്തു വെക്കുക, അതാണ് അയാൾ ചെയ്യണ പണി. എന്താ ഓട്ട അയാൾ അറിയോ? സ്വപ്പിൻ്റെ ഇടയിൽ കൂടെ ഭയങ്കര ഓട്ട. അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അള്ളാഹു അദ്ദേഹത്തിന് മൗഫറത്ത് കൊടുക്കട്ടെ. അയാൾ മരിച്ചുപോയി. ഞാൻ അയാളൊരു സലാം പറഞ്ഞ ബന്ധമില്ല. പക്ഷെ ഞാൻ അയാളെക്കുറിച്ച് ഒരുപാട് സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറയുമ്പോഴൊക്കെ അയാൾക്ക് ദ്വാരക്കലുണ്ട്. അയാളെ മക്കൾ ഇത്ര ദ്വാരുന്നങ്ങളോ സംശയമാണ്. അപ്പോൾ മക്കൾ ദ്വാരുന്നേക്കടൽ ഞാൻ ദ്വാരുന്നിക്കണോ എന്ന് ഞാൻ സംശയിക്കുന്നത് അയാൾ ചെയ്ത ആ ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ അദ്ദേഹത്തിനൊരു ദ്വാ ഇങ്ങനെ കിട്ടുകയാണ്. മക്കയിൽ ചെല്ലുമ്പോൾ ചില സമയങ്ങളിലൊക്കെ തവാഫ് ചെയ്യുമ്പോൾ ചില അറബികളെ കാണാൻ കഴിയും. ആ അറബികൾ ടിഷ്യൂ പേപ്പറുമായി നിൽക്കുന്നതാണ്. പ്രായമുള്ള 90-95 വയസ്സുള്ള പ്രായമുള്ള അറബികൾ ഈ ടിഷ്യൂ ഇങ്ങനെ എടുക്കും. തവാഫ് ചെയ്യുന്ന ആൾ ഒരു ടിഷ്യൂ പേപ്പർ പിടിച്ചോ, നമ്മളെ ഈ ടിഷ്യൂ. അപ്പൊ എന്താ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ചിലർക്ക് വിയർപ്പുണ്ടാവും, അത് തുടച്ചിടാൻ അവിടെ ക്യാപ്പുണ്ട്, തുടക്കാൻ ടിഷ്യൂ പേപ്പർ ഇല്ലല്ലോ. അപ്പൊ ഈ ടിഷ്യൂ പേപ്പർ കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ കഫം വന്നു, ഈ കഫം ഒന്ന് എന്ത് ചെയ്യണം? ഈ ടിഷ്യൂ പേപ്പറിലാക്കിയിട്ട് വേസ്റ്റിലിടണം. അതിന് ഇയാൾക്ക് തവാഫ് ചെയ്യാൻ കഴിയൂല, തവാഫ് ചെയ്യാൻ ആഫിയത്തില്ല. അതുകൊണ്ട് ഇദ്ദേഹം മനസ്സിലാക്കുന്നു,
തവാഫ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഞാൻ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ ഖിദ്മ ചെയ്താൽ അദ്ദേഹത്തിന്റെ ദുആയിൽ ഞാൻ പെടുമല്ലോ എന്ന് കരുതി അയാൾ ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നു. വർഷങ്ങൾ 2 വർഷം 3 വർഷം മുമ്പ് ഉഹദിൽ വെച്ചുകൊണ്ട് ഒരു ചായ കൊടുക്കുന്ന ഗാവ കൊടുക്കുന്ന ഒരാൾ മരണപ്പെട്ടു പോയി അല്ലേ? എല്ലാവരും സോഷ്യൽ മീഡിയയിൽ വായിച്ച സംഘമാണ്. ഉഹദിൽ വരുന്ന ആളുകൾക്കൊക്കെ ഗാവ കൊടുക്കും. ഇയാൾ വഫാത്തായപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇയാളെ പറ്റി എഴുതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 4ഉം 5ഉം ഫ്ലാസ്കുമായി ഇയാൾ ഉഹദിലെത്തി വരുന്ന ആളുകൾക്ക് ഈ ഗാവ കൊടുക്കും. എല്ലാവരും ആ വിവരം അറിയില്ലേ? അറിയും. ഇയാള് മരണപ്പെട്ടപ്പോൾ ഇയാൾക്ക് ഒരുപാട് ദുആ ഇതിന്റെ പേരിൽ. അപ്പൊ ഇയാളെ മക്കൾ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ബാപ്പാക്ക് ഒരു ദുആ ഇട്ടാണ്. എവിടുന്നായിട്ടാണ്? ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ കോഴിക്കോട് എന്നാ പറയണേ. മൂപ്പര ഖബർ ഉഹദിലാണുള്ളത്. ആ ഉഹദിൽ കിടക്കുന്ന ഒരു മനുഷ്യന് ഒരു പരിചയമില്ല, ഒരു ബന്ധമില്ല, ഞാനൊരു ഗാവ കുടിച്ചിട്ടുമില്ല. പക്ഷേ അയാൾക്ക് നിങ്ങളുടെ 35ാം വാർഷികത്തിന് മദീനത്തു സിയമിന്റെ 35ാം വാർഷികത്തിന്റെ 35 കർമ്മ പദ്ധതികളുടെ ഒരു ഭാഗത്തിലിരുന്നു കൊണ്ട് ഒരു ദുആക്ക് ആ അറബി ഇവിടെ സാക്ഷിയായി വേണം. എന്തയാൾ ചെയ്ത് ഗാവ കൊടുത്താണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു ദർസിന്റെ ഇല്ലെങ്കിൽ ഒരു പള്ളിയുടെ ഒരു